ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടത്തിന് കാരണം അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമാണെന്ന് RPFന്റെ പ്രാഥമിക റിപ്പോർട്ട്. കുംഭമേള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോം 12 നിന്നും പുറപ്പെടും എന്ന അറിയിപ്പ് ആദ്യം നൽകി. പിന്നാലെ മറ്റൊരു കുംഭമേള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോം 16 നിന്ന് പുറപ്പെടും എന്ന അനൗൺസ്മെന്റ് വന്നു എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ബൽറാം, വലിയ ദുരന്തമാണ് ഉണ്ടായത്, അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനിടയിൽ ഈ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് വന്ന വീഴ്ച, അതിൻ്റെ വിവരങ്ങൾ എന്താണ്? ഈ RPFന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് ബൽറാം? റീജിത്ത്, ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ഉന്നതതല സമിതി, രണ്ടംഗ ഉന്നതതല സമിതി അന്വേഷണം ആരംഭിക്കുകയും വിവിധ വിഭാഗങ്ങളുടെ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. ഇതിൽ RPF തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് റെയിൽവേ അധികൃതരെ, സ്റ്റേഷൻ അധികൃതരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഉള്ളത്. ഈ അനൗൺസ്മെൻറ്റിലെ ആശയക്കുഴപ്പമാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഡൽഹി പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും അനൗൺസ്മെൻറ്റ് സൃഷ്ടിച്ച ആശയക്കുഴപ്പം അപകടത്തിന് ഇടയാക്കി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ വിശദീകരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 12 നിന്നും പ്രയാഗ്രാജിലേക്കുള്ള ഒരു കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുമെന്ന് 8:45 അറിയിപ്പ് വന്നു. അല്പസമയത്തിന് ശേഷം പ്ലാറ്റ്ഫോം നമ്പർ 16 നിന്നും ഒരു കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും എന്ന അറിയിപ്പ് നൽകുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ 14, 15 പ്ലാറ്റ്ഫോമുകളിൽ 2 ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നു. കൂടാതെ 2 ട്രെയിനുകളിൽ കയറാനുള്ള യാത്രക്കാർ, വൈകി ഓടുന്ന 2 ട്രെയിനുകളിൽ കയറാനുള്ള യാത്രക്കാർ ആ പ്ലാറ്റ്ഫോമുകളിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു അനൗൺസ്മെൻറ്റ് കൂടി വന്നതോടുകൂടി പ്ലാറ്റ്ഫോം നമ്പർ 12 നിന്നുള്ള യാത്രക്കാർ കൂടി പ്ലാറ്റ്ഫോം നമ്പർ 16 പോകാൻ ശ്രമിക്കുകയും ഈ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലുള്ള മേൽപ്പാലത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു. ഈ തിരക്ക് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു RPF ഈ അപകടം നടക്കുന്ന ഘട്ടത്തിൽ എന്നുമാണ് RPFന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഈ പുതിയ ടിക്കറ്റുകൾ, ജനറൽ ടിക്കറ്റുകൾ നൽകുന്നത് നിർത്തിവെക്കണമെന്ന് RPF റെയിൽ സ്റ്റേഷൻ മാനേജറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ അധികൃതരാകട്ടെ അത്തരത്തിൽ ആശയക്കുഴപ്പം നൽകുന്ന അനൗൺസ്മെന്റുകൾ നൽകിയിട്ടില്ല എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.